നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ ഒരു 7-8 ദിവസമായിട്ട് ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം കേരളത്തിൽ വേറെ ഒരു വാർത്തയും ഇല്ലല്ലോ. നാണം കെട്ട പീഡിപ്പിക്കലും ലൈംഗിക അരാജകത്വം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേറെ കഥകളും ഒക്കെ ചേർത്ത് ചാനലുകളെല്ലാം പത്രങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരൊറ്റ വിഷയമാണ്. എനിക്ക് നാണം തോന്നി. സിനിമാക്കാരനെന്ന് പറയാൻ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു. നമ്മുടെ കേരളം ഇത്രയും ലൈംഗികപരമായ കാര്യങ്ങളിൽ അരാജകത്വം ഉണ്ടോ എന്ന് തോന്നിപ്പോയി എനിക്ക്. കഷ്ടമാണ്. പക്ഷേ അതിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നോട് ചിലർ ചോദിച്ചു ഫോണിൽ വിളിച്ചിട്ട്, ചേട്ടാ വേട്ടക്കാരൻ്റെ പക്ഷത്താണോ ചേട്ടൻ നിൽക്കുന്നത്? ഞാൻ അതിനൊന്ന് മറുപടി പറഞ്ഞു, ഞാൻ ഫോണം കെട്ടി. ഞാൻ ചോദിക്കുന്നത്, അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നടി, അഭിനേത്രി ഈ ഇപ്പം നടക്കുന്ന വാദകോലാഹലങ്ങളിൽ വാദിയായിട്ട് വന്നിട്ടില്ല. വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഐറ്റംസുകളാണ് ഇറങ്ങി കളിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ സംഭവിക്കുന്നു. ഒരു വലിയ വിവാദം ഉണ്ടാക്കാവുന്ന ഒരു രഹസ്യം ഞാൻ പുറത്തു വിടാം അടുത്തൊരു എപ്പിസോഡിൽ. ഞാനിപ്പോൾ പറയാൻ വരുന്നത്, ഈ കഴിഞ്ഞ ഈ വാദകോലാഹലങ്ങൾക്കിടയിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട ആരൊക്കെയോ മൺമറഞ്ഞു പോയി. പക്ഷെ ആരും അറിഞ്ഞില്ല. മലയാളത്തിലെ എണ്ണം പറയാവുന്ന 23ഓളം സിനിമകൾ ചെയ്ത സംവിധായകൻ മോഹനെപ്പോലും അർഹിക്കുന്ന രീതിയിൽ ഇവിടുത്തെ പത്രങ്ങളോ ചാനലുകളോ ഉപയോഗിച്ചില്ല. എല്ലാവരും മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും ബാബുരാജിൻ്റെയും ഒക്കെ പിന്നാലെയാണ്. കലാരംഗത്ത് പ്രിയപ്പെട്ട പലരും യാത്രയായ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. മലയാളി ഇപ്പോഴും പാടി നടക്കുന്ന 10-70 വർഷമായിട്ടും പാടി നടക്കുന്ന ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്നുള്ള കതിർ കാണാക്കിളി എന്നുള്ള നാടകത്തിലെ പ്രശസ്തമായ ഗാനം പാടിയത് അറിഞ്ഞിടാത്തവർ പറയും അത് KPSC സുലോചനയാണെന്ന്. എന്നാൽ അത് AP കോമള എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് നാട്ടിൽ തെലുങ്കത്തിയായി ജനിച്ച് തമിഴ്നാട്ടിൽ വളർന്ന മലയാളം പാടിയ പാട്ടുകാരിയാണ് AP കോമള. അവർ ഈ കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി, ഏപ്രിൽ എന്ന് പറയുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 4 മാസം കഴിഞ്ഞു. പുറം ലോകത്ത് അതൊരു വാർത്തയായില്ല. കാരണം മദ്രാസിൽ 89-ാമത്തെ വയസ്സിൽ ആരും അറിയാതെ ജീവിച്ച ആളായിരുന്നു AP കോമള. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്നുള്ള പാട്ട് പാടിയത് അവരാണെന്ന് പോലും മലയാളിക്ക് ഒരു ഭൂരിപക്ഷം പേർക്കും അറിയില്ല. അതുപോലെ കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞ സിനിമയിലെ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വക്കിൽ വേലിക്കൽ നിന്നവളെ എന്നുള്ള മനോഹരമായ പാട്ട്, അത് കുട്ടിക്കുപ്പായത്തിന് വേണ്ടി പാടിയത് AP കോമളമായിരുന്നു. കിഴക്ക് ദിക്കിലെ ചെന്തങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത്, നല്ല രസമുള്ള പാട്ടുകളല്ലേ അവർ പാടിയതല്ല. 1973 വന്ന തനിനിറം എന്ന് പറഞ്ഞ സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി, എന്താ പറയുക, ദേവരാജ മാഷ് സംഗീതം നൽകിയ ഇവൻ വിസ്കി, ഇവൻ ബ്രാൻഡി, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട വാറ്റ് എന്നുള്ളൊരു പാട്ടുണ്ട്. മാധുര്യമ്മയായിട്ട് ആ പാട്ടാണ് അവസാനമായിട്ട് മലയാളത്തിൽ AP കോമള പാടിയത്. ആരും അറിഞ്ഞില്ല AP കോമള എന്ന് പറഞ്ഞ മഹതി അല്ലെങ്കിൽ പിന്നണി ഗായിക, മധുരമുള്ള പിന്നണി ഗായിക 90 വയസ്സാവാൻ 4 മാസമുള്ളപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി മരിച്ചു എന്ന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് രവിമേനോനാണ് ആ വാർത്ത പുറത്തു വിട്ടത്. സിനിമാ ഗവേഷകയായ വിജയരാജ മല്ലികയാണ് AP കോമള മരിച്ചുപോയ വിവരം പുറത്തുവിട്ടത്. ആ വാർത്ത കണ്ടിട്ടാണ് നമ്മുടെ രവിമേനോൻ മാതൃഭൂമി ഓൺലൈനിൽ ഈ വാർത്ത അറിയിച്ചത്. ആന്ധ്രാക്കാരിയായിട്ടാണ് ജനിച്ചത്. അതുപോലെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം, ഗിത്താർ മാന്ത്രികനായ, അദ്ദേഹത്തെ വിളിക്കുന്ന അങ്ങനെ തന്നെയാണ്, ഗിത്താറിൽ മാന്ത്രിക വിരൽ സ്പർശം നൽകിയ ജോസ് തോമസ് എന്ന് പറഞ്ഞ ഗിത്താറിസ്റ്റ് വിമാനയാത്രക്കിടയിൽ, അമേരിക്കയിൽ എന്തോ പോകുന്ന വിമാനയാത്രക്കിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, വിമാനത്തിൽ വെച്ച് മരിച്ചു. അതുപോലെ തന്നെ JC ഡാനിയലിനെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ അടക്കം ചുരുക്കം പേരാണല്ലോ JC ഡാനിയലിനെ ജീവനോടെ കണ്ടിട്ടുള്ളത്. അതിലൊരാളായിരുന്നു മനോരമയിലെ പത്രപ്രവർത്തകനായിരുന്ന മണർക്കാട് മാത്യു. അദ്ദേഹവും 89-ാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ആഴ്ച നിര്യാതനായി. 43 വർഷം മനോരമയിൽ പ്രവർത്തിച്ചു. വനിത എന്ന് പറഞ്ഞ സ്ത്രീകളുടെ മാസികയുടെ അല്ലെങ്കിൽ ദൈവാരികയുടെ എഡിറ്റർ ഇൻ ചീഫും എഡിറ്ററും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ചലച്ചിത്ര സ്വരൂപം എന്ന് പറഞ്ഞൊരു സിനിമാ പുസ്തകം എഴുതി
ആ പുസ്തകത്തിന് സംസ്ഥാന അവാർഡ് 1984 അദ്ദേഹം നേടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും അർഹിക്കുന്ന രീതിയിൽ വാർത്തയായി പുറത്തു വന്നില്ല. അവർക്ക് ഈ പറഞ്ഞ എ പി കോമളം എന്ന് പറഞ്ഞ ഗായികയ്ക്കും ഗിറ്റാർ മാന്ത്രികനായിരുന്ന ജോസ് തോമസിനും പ്രവർത്തകനും ജെ സി ഡാനിയലിനെ ജീവനോടെ കണ്ടിട്ടുള്ള ചുരുക്കം പേരിലൊരാളുമായ മണർക്കാട് മാത്യുവിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ അടുത്ത് പറയുന്നത് ഒരു മരണമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ, 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ഒരു ആദ്യ സിനിമ തന്നെ മതി അദ്ദേഹത്തെ ഓർക്കാൻ. സംവിധായകൻ മോഹൻ സാറുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേയൊക്കെ ഷൂട്ടിംഗ് എഡിറ്റിംഗ് നടക്കുമ്പോൾ മദ്രാസിൽ സ്റ്റുഡിയോയിൽ വെച്ച് കാണുമായിരുന്നു. ഒരു ചിരിയിലോ ഒരു ചോദ്യത്തിലോ അവസാനിപ്പിക്കുന്ന ഒരു ബന്ധമേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മദ്രാസിൽ കുറേ ഷൂട്ട് ചെയ്തിരുന്നു. ആ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് എത്രയോ നല്ല സിനിമകൾ മലയാളിക്ക് തന്ന സംവിധായകനാണ് മോഹൻ. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അതല്ല, മോഹനേട്ടൻ അവസാനമായി പങ്കെടുത്ത ചടങ്ങിൽ ഞാനും ദൃക്സാക്ഷിയായിരുന്നു. നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് പ്രശസ്ത സംവിധായകൻ എം കിഷൻ നായർ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ കെ ജയകുമാർ IAS സാർ സംവിധാനം ചെയ്ത എം കിഷൻ നായർ എ ലൈഫ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അച്ഛനെക്കുറിച്ച് മകൻ പുസ്തകം എഴുതിയിട്ടുണ്ട് അച്ഛനെക്കുറിച്ച്. ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശന ഉദ്ഘാടനം സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഇവിടെ തിരുവനന്തപുരത്ത് തെക്കാടുള്ള ഗണേശം എന്ന് പറഞ്ഞ തിയേറ്ററിനകത്തായിരുന്നു. അത് 2023 മെയ് 10 ആയിരുന്നു ആ സിനിമ പ്രദർശിപ്പിച്ചത്. ജയകുമാർ സാറിൻ്റെ വർണ്ണച്ചിറകളടക്കം ഞാൻ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ഈ ഡോക്യുമെൻ്ററി ഉദ്ഘാടനത്തിന് വിളിച്ചു. ദിനേശ വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പായിട്ട് സാർ ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾ ആ സിനിമ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്ന് മധു ഇറവങ്കര അടക്കം ഈ ഡോക്യുമെൻ്ററി കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഗണേശിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ഫ്രണ്ട് റോയിൽ നല്ല ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള ടീഷർട്ടൊക്കെ ഇട്ട് സംവിധായകൻ മോഹനേട്ട ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ചെറുതായി ചിരിച്ചു പോയപ്പോൾ ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം എൻ്റെ കൈ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് ചമ്മി. ഇങ്ങനെ കൈ കയറി ആളുകളെല്ലാം നോക്കൂലേ സംവിധായകൻ മോഹൻ എന്തിനാ ദിനേശിൻ്റെ കൈ കയറി പിടിക്കുന്നത്. എന്നോട് പറഞ്ഞു, ദിനേശ കലക്കുന്നുണ്ട് കേട്ടോ, നിൻ്റെ ഏതാണ്ട് എല്ലാ പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷൈയാണ്. ഞാൻ വീണ്ടും ചമ്മി. ഞാനിവിടെ ഉണ്ട് കേട്ടോ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോവും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് ദിനേശിനെ തനിച്ചൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാണാം സാർ, ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു സീറ്റിലിരുന്നു. പ്രോഗ്രാം തുടങ്ങി. ചലച്ചിത്ര അക്കാദമി നിശ്ചയിച്ചവരെയൊക്കെ വേദിയിലേക്ക് ക്ഷണിച്ച ശേഷം അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ മൈക്കിലൂടെ പറഞ്ഞു, ഇവിടെ നമ്മളാരും ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയുണ്ട്, സംവിധായകൻ മോഹൻ. അദ്ദേഹം എം കിഷൻ നായർ സാറിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. വേദിയിലേക്ക് ശ്രീ മോഹൻ സാറിനെ കൂടി ക്ഷണിക്കുന്നു. അപ്പോൾ അദ്ദേഹം കയറി മേളിച്ചെന്ന് ശിവകുമാരൻ തമ്പി അടക്കം ജോർജ് ഓണക്കോടക്കം ആരൊക്കെ ഇരിപ്പുണ്ട്, ജയകുമാർ സാർ അടക്കം ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മോഹനേട്ടനും ഇരുന്നു. ഭാരതിരാജയും ഹരിഹരനും അടക്കം കിഷൻ നായർ സാറിൻ്റെ ശിഷ്യസമ്പത്തിൽപ്പെട്ടവരാണല്ലോ. ബികോമിന് ചേരാൻ മദ്രാസിന് പോയതാണ്. ഇരിഞ്ഞാലക്കുട ചെട്ടിപ്പറമ്പിൽ നാരായണൻ നായരുടെ മകൻ മോഹൻ 70കളിൽ. അല്ല, സിനിമ സംവിധാനം പഠിക്കാൻ പോയതല്ല. യാദൃച്ഛികം പോലെ കിഷൻ നായർ സാറിനെ പരിചയപ്പെട്ടു. ആ പരിചയം മോഹനെ സിനിമയിലെത്തിച്ചു. എം കിഷൻ നായർ സാർ, തെക്കുറിശി ബാവൻ, ജെ.ഡി. തോട്ടാൻ, നമ്മുടെ നടൻ മധു സാറ്, ശങ്കരൻ നായർ, എ.ബി. രാജ്, വേണു, സി രാധാകൃഷ്ണൻ, ഹരിഹരൻ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരോടൊപ്പം സംവിധാന സഹായിയായിട്ടും സഹസംവിധായകനായിട്ടും മോഹൻ പ്രവർത്തിച്ചു. സംവിധാന സഹായിയായ പല സിനിമകളും നിവൃത്തികേടുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തതാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു മോഹൻ.
അദ്ദേഹം പറയുന്നത് അഹന്തയോളം എത്തുന്ന ആത്മവിശ്വാസവും നിലവിലുള്ള മസാല പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിനിമകൾ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയും കൊണ്ട് സ്വതന്ത്ര സംവിധായകനാകാൻ ഞാൻ നിശ്ചയിച്ചു എന്നാണ്. ഞാൻ ചെയ്യുന്ന ആദ്യ സിനിമയിൽ തന്നെ സംവിധായകൻ മോഹൻ്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസവുമായി നടക്കുമ്പോഴാണ് വിൻസെൻ്റ് മാഷിൻ്റെ പ്രധാന ശിഷ്യന്മാരിലൊരാളായിരുന്ന സ്റ്റാൻലിയെ കാണുന്നത്. നിങ്ങൾക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയണമെങ്കിൽ മലയാളത്തിലെ എന്നത്തെയും ക്ലാസിക് സിനിമകളിലൊന്നായ തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവാണ് സ്റ്റാൻലി. സംവിധാന സഹായ പണിയൊക്കെ അവസാനിപ്പിച്ച് സിനിമാ നിർമ്മാണ വിതരണ മേഖലയിലേക്ക് ഒരു കൈ വയ്ക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ സ്റ്റാൻലി. വിൻസെൻ്റ് മാഷിൻ്റെയൊക്കെ മതിയാക്കി. കാരണം വിൻസെൻ്റ് മാഷിനോടൊപ്പം പ്രവർത്തിക്കുന്നതിനിടയിൽ എന്തോ കുരുത്തക്കേട് സ്റ്റാൻലി കാണിച്ചിട്ട് വിൻസെൻ്റ് മാഷിൻ്റെ ശകാരം കേൾക്കാൻ നിൽക്കാതെ മുങ്ങിക്കളഞ്ഞു. പിന്നെ അദ്ദേഹം പൊങ്ങുന്നത് നിർമ്മാണ വിതരണ കമ്പനിയുമായിട്ടാണ്. മോഹനെ കണ്ടതും സ്റ്റാൻലി ചാടി വീണു. മോഹൻ, ഒരു സിനിമ ചെയ്യാൻ പോവുകയാണോ? അതെ, ഞാൻ അതിനുള്ളൊരു ആലോചനയിലാണ്. താങ്കൾക്ക് ആദ്യമായി ചെയ്യാൻ വ്യത്യസ്തമായൊരു നോവലുണ്ട്. BT നന്ദകുമാറിൻ്റെ 2 പെൺകുട്ടികൾ. കൗമാരപ്രായം പിന്നിടാത്ത 2 പെൺകുട്ടികളുടെ ആത്മബന്ധം. ഇതിലൊരാൾ പീഡനത്തിന് ഇരയായിട്ടുള്ള കുട്ടിയാണ്. അതിനാൽ തന്നെ ആൺവർഗത്തെ കണ്ണിന് നേരെ കണ്ടുകൂടാ അവൾക്ക്. പെൺ സുഹൃത്തിനോട് മാത്രമേ അവൾക്ക് ആകർഷണമുള്ളൂ. സൗഹൃദത്തിൻ്റെ തലം വിട്ട് ആത്മബന്ധത്തിലേക്ക് നീങ്ങുന്ന അടുപ്പമാണ് ഇരുവരും തമ്മിൽ. ഈ കഥ ചിന്തിക്കുന്ന കാലത്ത് മലയാള സിനിമ അശ്ലീല സിനിമ എന്നുള്ള ലേബലിൽ ഇന്ത്യ മുഴുവൻ തകർത്തോടുന്ന കാലമാണ്. സ്വാഭാവികമായും BT നന്ദകുമാറിൻ്റെ കഥയെടുത്താൽ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മറ്റൊരു കമ്പി പടമായി മാറാം. അതാണല്ലോ വിഷയം. ലെസ്ബിയനാണല്ലോ. പക്ഷെ മോഹൻ ചിന്തിച്ചത് അതുവരെ മലയാള സിനിമ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയം. ആദ്യ സിനിമയിൽ ഇക്കഥയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്താനാവുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ചിന്തയിലാണ് BT നന്ദകുമാറിൻ്റെ 2 പെൺകുട്ടികൾ തൻ്റെ ആദ്യ സിനിമയ്ക്കുള്ള വിഷയമാക്കിയത്. നമ്മുടെ വിചിത്ര കഥാപാത്രമായ ഞാനൊരു എപ്പിസോഡ് നന്നായിട്ട് ചെയ്തിരുന്നല്ലോ. സുരാസു ആണ് 2 പെൺകുട്ടികളുടെ തിരക്കഥ എഴുതിയത്. 1978 റിലീസായ 2 പെൺകുട്ടികളിൽ ആന്ധ്രാക്കാരിയായ കുച്ചിപ്പുടി നർത്തകിയായ പുതുമുഖം അനുപമയും അകാലത്തിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ശോഭയുമായിരുന്നു നായികമാർ. മധുസാറ്, സുകുമാരൻ, ജയൻ, വിധുബാല, ജലജ, സുരാസു, ഇന്നസെൻ്റ് തുടങ്ങി വലിയ ഒരു താരനിര തന്നെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. നല്ല അക്കാലത്ത് വലിയ അഭിപ്രായം നേടിയ സിനിമയായിരുന്നു അത്. അന്ന് നമ്മുടെ സംസ്ഥാനത്ത് നവാഗത സംവിധായകർക്ക് അവാർഡൊന്നുമില്ല. അശ്വത്ഥമാവും ബന്ധനവും തമ്പും എൻ്റെ നീലാകാശവും രതിഹൃതവും രാപ്പാടികളുടെ ഗാഥയും മുതലായ തുടങ്ങിയ വമ്പൻ സിനിമകൾ മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് 2 പെൺകുട്ടികൾ മത്സരിച്ചത്. പക്ഷെ ഒന്നും അവാർഡൊന്നും കിട്ടിയില്ല. പക്ഷേ പിറ്റേ വർഷം അദ്ദേഹം ചെയ്ത വാടക വീട് എന്ന മോഹൻ ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് മാസ്റ്റർ സൂരജ് നേടി. അതിൻ്റെ പിറ്റേ വർഷം 1980 മോഹൻ്റെ സൂര്യദാഹത്തിലൂടെ പെരുമ്പടവും ശ്രീധരൻ മികച്ച കഥാകൃത്തിൻ്റെ സംസ്ഥാന അവാർഡ് നേടി. അതിൻ്റെ പിറ്റേ വർഷം 1981 മോഹൻ സംവിധാനം ചെയ്ത വിട പറയും മുംബൈ എന്ന് പറഞ്ഞ ചിത്രം മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയെടുത്തു. ഈ സിനിമയിലെ അഭിനയത്തിന് നെടുമുടി വേണുവിന് മികച്ച നടൻ്റെ അവാർഡും കിട്ടി. എലിപ്പത്തായമായിരുന്നു 1981 മികച്ച ചിത്രം എന്ന് ഓർക്കണം. അപ്പോൾ എലിപ്പത്തായം കഴിഞ്ഞ അടുത്ത 2ാമത്തെ സിനിമയ്ക്കുള്ള അവാർഡാണ് വിട പറയും മുമ്പേ നേടിയത്. അതുപോലെ തന്നെ മോഹൻ്റെ ഇളക്കങ്ങളിലൂടെ സുധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ബാലനടിക്കുള്ള അവാർഡ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജിൽ കയറി വാങ്ങുമ്പോൾ ആളുകൾ കൂവിന്ന്. കാരണം പടത്തിലെ നായികയാണ്. പക്ഷേ അവർക്ക് ബാലനടിക്കുള്ള അവാർഡാണ് കൊടുത്തത്. ഈ വർഷം കലാമെനിമയും ജനപ്രതിയും മുന്നിൽ നിന്ന വിട പറയും മുമ്പേ ഉണ്ടായിട്ടും റിലീസാകാത്ത ഗാനം എന്ന് പറഞ്ഞ പടത്തിനാണ് ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നൽകി അവാർഡ് കമ്മിറ്റിക്കാർ തങ്ങളുടെ വിവരക്കേട് വെളിവാക്കിയത്. നായികയായ സുധ ഇളക്കങ്ങളിലൂടെ ബാലനടിയായി ജൂറി വീണ്ടും പരിഹാസ്യരായി. ഡോക്ടർ എസ് കെ നായർ, മദ്രാസിലുള്ള ഡോക്ടർ എസ് കെ നായരും നോവലിസ്റ്റ് ജി വിവേകാനന്ദനും ശാന്താപ്പി നായരും PA വാര്യരും തോട്ടൻ രാജശേഖരനും ഒക്കെ ആയിരുന്നു ഇങ്ങനെ അവാർഡ് നിശ്ചയിച്ച പ്രതിഭകൾ. 83 മോഹൻ്റെ രചന എന്ന് പറഞ്ഞ സിനിമയിലൂടെ ശ്രീവിദ്യ മികച്ച നടിയായി, ഗോപി മികച്ച നടനായി. 1987 വീണ്ടും മോഹൻ്റെ സിനിമ മികച്ച 2ാമത്തെ സിനിമയായി മാറി തീർത്ഥം.
1978 2 പെൺകുട്ടികൾ മുതൽ 2005 റിലീസ് ചെയ്ത ദ ക്യാമ്പസ് വരെ. ഒരിക്കലും ദ ക്യാമ്പസ് എന്ന പടം മോഹൻ സാർ ചെയ്യരുതായിരുന്നു. അദ്ദേഹം 23 സിനിമകൾ സംവിധാനം ചെയ്തു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധേയമായ സിനിമകളായിരുന്നു 23-ൽ ഭൂരിപക്ഷവും. ശാലിനി എൻ്റെ കൂട്ടുകാരി, കൊച്ചു കൊച്ചു തെറ്റുകൾ, ആലോലം, മംഗളം നേരുന്നു, ഒരു കഥ ഒരു നുണക്കഥ, ഇസബെല്ല, മുഖം, പക്ഷേ, സാക്ഷ്യം, അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങി ശ്രദ്ധേയമായ സിനിമകളായിരുന്നു ഈ 23 ഭൂരിപക്ഷവും. ഇന്നസെൻ്റ് എന്നൊരു നടനെ സൃഷ്ടിച്ചത് നാട്ടുകാരനും സഹപാഠിയുമായ മോഹനായിരുന്നു എന്ന് പറയാം. സംവിധാന സഹായിയായിരുന്ന സിനിമകളിലൊക്കെ തുടക്കകാലത്ത് ചെറിയ വേഷങ്ങൾ ഇന്നസെൻറ്റിന് മോഹൻ വാങ്ങിക്കൊടുത്തു. നടത്തിയ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഇന്നസെൻറ്റിനൊരു കൈത്താങ്ങായിരുന്നു മോഹൻ. നാട്ടുകാരനായ ഡേവിഡ് കാച്ചപ്പള്ളിയെയും കൂട്ടി 10 പൈസ കൈവശമില്ലാതെ ഇന്നസെൻറ്റിനെയും കൂട്ടി സിനിമാ നിർമ്മാണത്തിലിറക്കിയിട്ട് ഇവിടെ പറയും മുംബൈയും ഇളക്കങ്ങളും ഒക്കെ നിർമ്മിച്ച കാലമുണ്ട്. മോഹൻ്റെ ഒരു വാശി അല്ലെങ്കിൽ മോഹൻ്റെ ഒരു സ്നേഹമില്ലായിരുന്നെങ്കിൽ ഇന്നസെൻറ്റോ ഡേവിഡ് കാച്ചപ്പള്ളിയോ നിർമ്മാതാവാകില്ലായിരുന്നു. ഇപ്പോൾ രോഗഗ്രസ്തനായി അദ്ദേഹം വീട്ടിൽ കിടക്കുമ്പോൾ ഡേവിഡ് കാച്ചപ്പള്ളി കാണാൻ ചെന്നപ്പോൾ അനുപമൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഡേവിഡ് കാച്ചപ്പള്ളി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനോട് പറ, തിരക്കഥ പൂർത്തിയായിട്ടില്ല, വായിക്കാറൊന്നും ആയിട്ടില്ല, വായിക്കാറാവുമ്പോൾ വിളിക്കാമെന്ന് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മരണക്കിടയ്ക്ക് കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ സിനിമകളെ പറ്റിയാണ് ചിന്തിച്ചിരുന്നതെന്ന് ഇതിനപ്പുറം ഒരു തെളിവ് വേണോ? ഡേവിഡ് കാച്ചപ്പള്ളി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലൊരു സിനിമ ചെയ്യാനായിട്ട് എന്തോ ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു. അതിനൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ അസുഖം എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാൻ ചെന്നതാണ്. അപ്പോഴാണ് അനുപമ ചേച്ചിയോട് പറയുന്നത്, നീ എന്ന് പറ, സ്ക്രിപ്റ്റൊന്നും പൂർണ്ണമായിട്ടില്ല, സ്ക്രിപ്റ്റ് പൂർത്തിയായാലുടൻ അറിയിക്കാമെന്ന് പറയാൻ പറഞ്ഞു. ഇളക്കങ്ങളിലെ കറവക്കാരൻ, ഒരു കറവക്കാരൻ്റെ വേഷമാണ് ഇന്നസെൻ്റ് ചെയ്തത്. മനോഹരമായി ചെയ്തു അദ്ദേഹം. സിനിമാ നടനായി നിലനിൽക്കാൻ സഹായിച്ച ചിത്രം ഇളക്കങ്ങളായിരുന്നു. ഇന്നസെൻ്റെ ജീവിതകഥ പരമ്പരയാക്കി ഇന്നസെൻ്റ് കഥകൾ എന്ന് പറഞ്ഞ് മോഹൻ സംവിധാനം ചെയ്തു. പ്രശസ്തിയിലേക്ക് ഉയർന്ന ഇന്നസെൻ്റ് മോഹൻ എന്ന് പറഞ്ഞ സംവിധായകനെ, തനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന മോഹൻ എന്ന് പറഞ്ഞ സംവിധായകനെ മറന്നോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഇന്നസെൻ്റ് മറന്നു എന്ന് പറയും. ഇപ്പം മരിച്ചു പോയതുകൊണ്ട് അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് എന്നോട് പലരും പറയാറുണ്ട്. പക്ഷേ സത്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാതിരിക്കുന്നേ? ഇന്നസെൻ്റ് അവസാന കാലത്ത് കൊട്ടാരം പോലെ ഒരു വീട് വെച്ചല്ലോ. അദ്ദേഹം മരിച്ചപ്പോൾ കിടന്ന ആ വീട് നിങ്ങൾ കണ്ടതാണല്ലോ. ആ വീടിൻ്റെ പാലുകാച്ചിന് അദ്ദേഹം സിനിമാ രംഗത്തുള്ള പ്രഗത്ഭരായ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു. എല്ലാവരും എറണാകുളത്തല്ലേ, അതുകൊണ്ട് എല്ലാവരും എറണാകുളത്ത് നിന്ന് പോകാൻ എളുപ്പമുണ്ടല്ലോ ഈ ഇരിഞ്ഞാലക്കുട വരെ. പക്ഷേ എറണാകുളത്ത് താമസിക്കുന്ന തന്നെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ മോഹനെ മാത്രം പാലുകാച്ചി വിളിച്ചില്ല. മനസ്സിൽ ആ വേദന മനസ്സിൽ വയ്ക്കാതെ, അല്ലെങ്കിൽ എന്നെ അദ്ദേഹത്തിന് അത് നന്നായി നൊന്തു മോഹൻ. അദ്ദേഹം ഇന്നസെൻറ്റിനെ തന്നെ നേരിട്ട് വിളിച്ചു. താനെന്താ എന്നെ ക്ഷണിക്കാത്തത് എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഈ പറയും, അയ്യോ അത് തിരക്കിനിടയിൽ വിട്ടുപോയി, മറന്നുപോയി, വിളിക്കണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ മോനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ കള്ളം പറയും. പക്ഷേ ഇന്നസെൻ്റ് പറഞ്ഞത്, അങ്ങനെ പരിചിതരെയൊക്കെ വിളിച്ച് കയറി താമസം നടത്തണമെങ്കിൽ ഒരു 100 ദിവസത്തെ ചടങ്ങ് ഞാൻ നടത്തേണ്ടി വരും. അപ്പോൾ 100 ദിവസം വിളിക്കുന്ന ആൾക്കാരിലൊരാളാണോ മോഹൻ? പക്ഷെ എന്തുകൊണ്ടോ ഇന്നസെൻ്റ് അവസാന കാലത്ത് മോഹനെ മറന്നു. അത് ഇന്നസെൻ്റിൻ്റെ എല്ലാ പ്ലസ് പോയിൻറ്റുകളും പറയുമ്പോഴും ഇന്നസെൻ്റ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, ഇന്നസെൻ്റ് അവസാന കാലമായപ്പോൾ സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ, സത്യനന്ദിക്കാട് അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ കൊടുത്തവരാണ്. പക്ഷേ ആ 3 പേരെ അല്ലാതെ വേറെ ആരെപ്പറ്റിയും ഇന്നസെൻ്റ് സംസാരിക്കില്ല. കാരണം അവർക്ക് തുടർച്ചയായി സിനിമയുണ്ട്, അവർ തുടർച്ചയായി വിജയ സിനിമകൾ എടുക്കുന്നു, സൂപ്പർ ഹിറ്റുകളാവുന്ന സിനിമകൾ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മതി. എൻ്റെ ഇന്നലെകളിൽ എന്നോടൊപ്പം നിന്ന, എന്നോട് സഹകരിച്ച, എനിക്ക് സഹായങ്ങൾ നൽകിയവരെയൊക്കെ ഇന്നച്ചൻ മറന്നു എന്നുള്ളത് സത്യമാണ്. ഇനി ഇത് കണ്ടിട്ട് ആരും പരാതി പറയേണ്ട, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ, എൻ്റെ പരിചയക്കാരായ സിനിമാക്കാരെയൊക്കെ വിളിച്ച് കയറി താമസം നടത്തണമെങ്കിലേ ഞാനൊരു 100 ദിവസം എല്ലാവരും വിളിക്കേണ്ടി വരും, 100 ദിവസമെങ്കിലും ആ ചടങ്ങ് നടത്തേണ്ടി വരും, അത്രയ്ക്കും എനിക്ക് ബന്ധുബലമുണ്ട് എന്നാണ് ഇന്നസെൻ്റ് പറഞ്ഞത്. മോഹനെ നന്നായി നോവിച്ച മറുപടിയായിരുന്നു അത്. ഇന്നസെൻ്റ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷേ അദ്ദേഹം പോയില്ലേ. വഴങ്ങാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു ടിപ്പിക്കൽ നായരായ മോഹൻ്റെ പ്രകൃതം. വഴങ്ങാത്ത പ്രകൃതമായിരുന്നു. സ്വന്തമായി അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മംഗളം നേരുന്നു. മൂത്ത മകൻ പുരന്ദറിൻ്റെ പേരിലുള്ള ബാനറിലാണ് മംഗളം നേരുന്നു അദ്ദേഹം നിർമ്മിച്ചത്. നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവായിരുന്ന മണിസ്വാമിയായിരുന്നു കഥ എഴുതിയത്. ഒരു വിട്ടുവീഴ്ചയും സ്വന്തം സിനിമയിൽ പോലും കാണിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു മോഹൻ. വാശി പിടിക്കുമായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണനേക്കാളും വാശി പിടിക്കും. വിട്ടുവീഴ്ചയ്ക്ക് ഒരു തരത്തിൽ അദ്ദേഹം തയ്യാറാവില്ലായിരുന്നു.
മലയാളത്തിൽ അദ്ദേഹം ചെയ്ത സൂപ്പർ ഹിറ്റായ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. അപ്പോൾ അത് നിർമ്മിച്ചത് നമ്മുടെ മോഹൻലാലിൻ്റെ ഭാര്യാപിതാവായ കെ ബാലാജി ആയിരുന്നു. അതായത് തമിഴ് സിനിമയിൽ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്താനുള്ള ശേഷിയുള്ള കെ ബാലാജി ആയിരുന്നു നിർമ്മാണം. ശോഭയുടെ വേഷം ചെയ്തത് തമിഴിൽ സരിതയായിരുന്നു. ഈ സിനിമയിൽ ഒരു പട്ട് റോസാപ്പൂ പ്രധാന സെറ്റ് പ്രോപ്പർട്ടിയായി വരുന്ന ഒരു സീനുണ്ട്. കലാസംവിധായകൻ കാണിച്ച ഒരു പൂവും മോഹൻ അംഗീകരിച്ചില്ല. ഇതല്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി. പട്ട് റോസാപ്പൂവ് തന്നെ വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഒന്നും പഠിക്കാതെ ആ പൂവില്ലാത്തതുകൊണ്ട് ഇന്ന് സീൻ എടുക്കുന്നില്ല എന്നുകൊണ്ട് പാക്കപ്പ് എന്നുകൊണ്ട് അദ്ദേഹം പോയി. ആലോചിച്ചു എത്ര രൂപ നഷ്ടമെന്ന് ആലോചിച്ചു. ഒരു റോസാപ്പൂവിന് വേണ്ടിയാണ്. വിവരമറിഞ്ഞ കെ ബാലാജി കോപിഷ്ഠനായി മേശയുടെ ഡ്രോ വലിച്ചു തുറന്നിട്ട് പല വലിപ്പത്തിലുള്ള റിവോൾവറുകൾ എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ ഞാൻ അയാളെ വെടിവെച്ച് കൊന്നിട്ട് ജയിലിൽ പോകും എന്നൊക്കെ അദ്ദേഹം ബാലാജി ആക്രോശിച്ചു. ഒന്നത് ആചാരബാഹുവായ മനുഷ്യയല്ലേ ബാലാജി. അദ്ദേഹം തോക്കുകളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ അയാളെ കൊന്നിട്ട് നാളെ ഞാൻ ജയിലിൽ പോകും. കാരണം ഒരു പൂവിന് വേണ്ടി പാക്കപ്പ് ചെയ്ത് കളഞ്ഞില്ലേ. അതിലൊന്നും പതർന്ന ആളായിരുന്നില്ല മോഹനേട്ടൻ. പിറ്റേന്ന് ഫ്ലൈറ്റിൽ കലാസംവിധായകൻ ബാംഗ്ലൂർ പോയി സംവിധായകൻ പറഞ്ഞ തരത്തിലുള്ള റോസാപ്പൂ കൊണ്ടുവന്നിട്ടേ അദ്ദേഹം ആ സീൻ ഷൂട്ട് ചെയ്തുള്ളൂ. അത്രയും പിടിവാശിയുള്ള ആളായിരുന്നു. എന്നാൽ വളരെ സ്വാധീകനായ ഒരു പാവം മനുഷ്യനുമായിരുന്നു മോഹനേട്ടൻ. ഇത്തരം പിടിവാശിയുള്ള ആളായിരുന്നു സംവിധായകൻ മോഹൻ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറും സാധുവുമായിരുന്നു. രണ്ട് പെൺകുട്ടികളിലെ രണ്ട് നായികമാരിൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആന്ധ്രക്കാരിയായ കുച്ചിപ്പുടി കലാകാരിയായ അനുപമയാണ്. അനുപമ ഒരു വലിയ റെഡ്ഡിയാരുടെ കുടുംബത്തിൽ പിറന്ന, വലിയ കോടീശ്വരന്മാരുടെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയായിരുന്നു. രണ്ട് പെൺകുട്ടികൾ കഴിയുമ്പോഴേക്കും രണ്ടുപേരും നല്ല പ്രണയബദ്ധരായി. വലിയ വിവാദമായി. അവിടെ നാട്ടിൽ ചെന്ന് ഒരു പേടിയില്ലാതെ തെലുങ്കാനയിൽ ചെന്ന് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ച ആളാണ് മോഹൻ. വലിയ ഇഷ്യൂ ആവുകയും ഒരുപാട് പോലീസ് കേസാവുകയും പോലീസ് ഇടപെടുകയും എന്തൊക്കെയൊക്കെ ചെയ്ത് അവസാനം അദ്ദേഹം പിടിച്ച പിടിയിൽ നിന്ന് നടന്നു വിവാഹം കഴിച്ചു. വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ പ്രണയമായിരുന്നു അനുപമയായിട്ടുള്ളത്. ഇന്നസെൻ്റ്, റാണി പത്മിനി, ഇടവേള ബാബു, നളിനി, മഞ്ജു വാര്യർ, സുധ, പല്ലവി ജോഷി, ഈവ പവിത്രൻ, ഇത്രയും പേരെ, ഇത്രയും പുതുമുഖങ്ങളെ സിനിമയിൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ ആളായിരുന്നു മോഹനേട്ടൻ. ഇപ്പോൾ മഞ്ജു വാര്യർ പറയാറുണ്ടോ എന്നെനിക്കറിയില്ല. ആദ്യമായിട്ട് അവരെ സിനിമയിൽ കൊണ്ടുവന്നാക്കിയത് അദ്ദേഹമല്ലേ. സംവിധാന സഹായി ആയപ്പോഴേ മോഹൻ ഒരു പ്രശ്നക്കാരനായിരുന്നു. പണിയിൽ മിടുക്കനും സ്വഭാവത്തിൽ കുഴപ്പക്കാരനുമായ ഒരു പച്ച മനുഷ്യൻ. ഇയാളൊന്ന് പോയി കിട്ടിയാൽ 2-3 പടങ്ങൾ കൂടി എനിക്ക് കിട്ടിയേനെ എന്ന് ഗുരുക്കന്മാർ പോലും പറയുന്ന അത്ര തലവേദന സൃഷ്ടിച്ച ആളായിരുന്നു മോഹൻ. ഒരു നിർമ്മാതാവ് മോഹൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നമ്മുടെ എഡിറ്റർ ശങ്കുണ്ണി ഉണ്ടല്ലോ, ഏറ്റവും തിരക്കുള്ള എഡിറ്ററായിരുന്നല്ലോ ശങ്കുണ്ണിയേട്ടൻ, എഡിറ്റർ ശങ്കുണ്ണി വരുന്നത് സൈക്കിളിലാണ്. അപ്പോൾ മോഹൻ്റെ മറുപടി, അതിനെന്താ, മോഹൻ വരണമെങ്കിൽ കൃത്യമായി കാർ അയക്കണം. അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോലും ഞാൻ കാറിലാണ് പോയിരുന്നത്. നിങ്ങളുടെ പടത്തിനായി ബസ്സിൽ കയറി വരാൻ മോഹനെ കിട്ടില്ല. ഇത്തരം തർക്കുത്തരം പറയുന്നവരെ സിനിമാ രംഗത്ത് എപ്പോഴും പുള്ളി കുത്തും. കാരണം ഇവൻ കുഴപ്പക്കാരനാണെന്ന് അത് മോഹന് തന്നെ അറിയുകയും ചെയ്യാമായിരുന്നു. മോഹൻ വളർന്നത്, അല്ലെങ്കിൽ മോഹനേട്ടൻ വളർന്നത് നല്ല ജീവിത പശ്ചാത്തലത്തൂടെ ആയിരുന്നു. പലതരം ബിസിനസ്സുകളിലൂടെ സമ്പന്നായ അച്ഛൻ്റെ മകനായിരുന്നു മോഹൻ. സുഹൃത്തായി പിന്നെ ശത്രുവായ സുരാസു മോഹനെ പറ്റി പറയാറുള്ളത്, സിനിമയ്ക്ക് പറ്റിയ ജോലിക്കാരനാണ് മോഹൻ, പക്ഷേ മണിയടിച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്ത മോഹൻ്റെ സ്വഭാവത്തിന് പറ്റിയ രംഗമല്ല സിനിമ. 100% സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് സുരാസ് നടത്തിയത്. രസകരമായൊരു ബന്ധമായിരുന്നു നടൻ മധുസാറുമായിട്ട് മോഹനേട്ടനുണ്ടായിരുന്നത്. മധുസാറിൻ്റെ നല്ല ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നല്ലോ. പലരോടൊപ്പം സംവിധാന സഹായിയായി നന്നായി ജോലി ചെയ്തു. പറയുന്ന ശമ്പളം മാത്രം ആരും നൽകിയിരുന്നില്ല. അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നാട്ടിലേക്ക് മടങ്ങാം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഹരിഹരൻ്റെ രാജഹംസം ചെയ്തിട്ട് പ്രതിഫലം കിട്ടാത്തതാണ് നാട്ടിലേക്ക് മടങ്ങാം എന്ന തീരുമാനത്തിൽ മോഹനെ കൊണ്ടെത്തിച്ചത്. താമസിക്കുന്ന കൃഷ്ണ ലോഡ്ജിൽ മടങ്ങാനുള്ള പെട്ടിയൊക്കെ റെഡിയാക്കി. വൈകുന്നേരത്തെ ട്രെയിനിൽ മടങ്ങാനാണ്. വൈകുന്നേരം ആകാൻ വേണ്ടി അദ്ദേഹം കാത്തു കിടന്നു. അപ്പോഴാണ് കോട്ടയം ശാന്തയുടെ ഭർത്താവ് സുരേഷ് കയറി വന്നത്. മോഹൻ, മധു സാർ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നു, നടൻ മധു കാണണമെന്ന് പറയുന്നു. എന്തിനാ കാണുന്നത് എന്ന് ചോദിച്ചു. കാരണം അതുവരെ മോഹൻ വർക്ക് ചെയ്ത ഒരു സിനിമയിലും മധു സാർ നായകനായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നസീർ സാറൊക്കെയാണ്. അതുകൊണ്ട് മധു സാറിന് അങ്ങനെ ഒരു പരിചയമില്ല. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് എന്നെ കാണുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു.
മധുസാറാണെങ്കിലും ആളൊരു മഹാചൂടനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അരവും ചേർന്നാൽ ശരിയാകില്ല, പോകുന്നില്ല എന്ന് മോഹൻ ഉറപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ പെട്ടിയൊക്കെ എടുത്ത് മദ്രാസിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വരാനായിട്ട് പെട്ടിയൊക്കെ എടുക്കാൻ റെഡിയാവുമ്പോൾ സുരേഷ് പിന്നെയും വന്നു. മധുസാർ കാത്തിരിക്കുകയാണ്, മോഹൻ ഒന്ന് പോയി കാണും. ചെല്ലുമ്പോൾ മധുസാർ കാത്തിരിപ്പുണ്ട്. കാമം, ക്രോധം, മോഹം, അക്കൽദാമ 2 സിനിമകൾ ഒരേ സമയം ചെയ്യാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ്. 2 സിനിമകളുടെയും തിരക്കഥ എടുത്ത് എന്താ പറയുക, മോഹൻ്റെ കൈ കൊടുത്തു. സുരേഷ് പറഞ്ഞ പ്രകാരം മധുസാറിനൊപ്പം വർക്ക് ചെയ്യാനാണ് മോഹൻ വന്നതെന്ന് മധുസാർ വിശ്വസിച്ചു. കാരണം അല്ലെങ്കിൽ വരില്ലല്ലോ, ഈ സ്ക്രിപ്റ്റ് അതുകൊണ്ടാണ് എടുത്ത് കൊടുത്തത്. മധുസാറിനെ കണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു, വർക്കിന് വരാൻ കഴിയില്ല എന്ന് പറയാനാണ് റെഡിയായിട്ട് മോഹൻ പോയത്. പക്ഷേ മധുസാറിൻ്റെ താല്പര്യം കാണുമ്പോൾ ഒന്നും പറയാനാകാതെ തിരക്കഥയും വാങ്ങി പോന്നു. പറഞ്ഞില്ല, ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ പോകണമെന്നൊന്നും പറഞ്ഞില്ല. 2 തിരക്കഥ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ചാർട്ട് ഭംഗിയായി മോഹൻ ചെയ്യുമെന്ന് ആരോ മധുസാറിനോട് പറഞ്ഞിരുന്നു. എന്നാൽ വളരെ വൃത്തിയിട്ട കൈയക്ഷരമാണ്. അങ്ങനെ കൈയക്ഷരം മോശമായതുകൊണ്ട് നല്ല കൈയക്ഷരം, അച്ചടി പോലെ കൈയക്ഷരമുള്ള ആളാണ് സുരാസ്. സുരാസിനെ കൊണ്ടാണ് പല സിനിമകളുടെയും, മോഹൻ വർക്ക് ചെയ്യുന്ന സിനിമകളുടെയും ചാർട്ടൊക്കെ ചെയ്യുന്നത്, കോപ്പി എടുക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. 2 സിനിമകളുടെ തിരക്കഥയും വാങ്ങി വന്ന മോഹൻ കൂടെ പഠിച്ച ഒരു ടീം പുറത്തുനിന്ന്, വിദേശത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അവരെ കാണാൻ പോയി. സ്ക്രിപ്റ്റോടെ വച്ചിട്ട് 4 ദിവസം അവരെ കൂടെ അടിച്ചു പൊളിച്ചു. വർക്ക് ചെയ്ത രാജഹംസം എന്ന് പറഞ്ഞ ഹരിഹരൻ്റെ പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് 5-ാം ദിവസം തിയേറ്ററിൽ പ്രിവ്യൂ കാണാൻ പോയി. അപ്പോൾ രാജഹംസത്തിൽ മധുസാറില്ല, പക്ഷേ പ്രിവ്യൂ കാണാൻ മധുസാർ വന്നു. നിങ്ങൾ എൻ്റെ 2 തിരക്കഥയും കൊണ്ട് പോയിട്ട് വിവരമൊന്നുമില്ലല്ലോ എന്നായി സാർ. കാരണം 5 ദിവസം കഴിഞ്ഞു. വൈകുന്നേരം വരാം സാർ. എഴുതി തയ്യാറാക്കിയ ചാർട്ടും അഭിപ്രായങ്ങളുമായി മധുസാറിനെ പോയി വൈകുന്നേരം മോഹൻ കണ്ടു. അപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നോ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹമല്ല ആൾ, മനസ്സിൽ തോന്നിയതൊക്കെ എഴുതി കൊണ്ടുചെന്നു. മധുസാർ പ്രതീക്ഷിച്ചില്ല ഇത്രയും കൃത്യമായി റെഡിയാക്കി കൊണ്ടുവരുമെന്ന്. നിങ്ങൾ അസിസ്റ്റൻ്റായി വയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളൊരു ബോംബാണ്, സൂക്ഷിക്കണമെന്ന് എന്നോട് പലരും പറഞ്ഞു എന്ന് മധുസാർ തുറന്ന് പറഞ്ഞു. പിന്നെന്ത് ധൈര്യത്തിലാണ് സാർ എന്നെ വിളിച്ചത് എന്നായി മോഹൻ. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനൊരു സൽപ്പേര് എങ്ങനെ സമ്പാദിച്ചു എന്നത് ഒന്നറിഞ്ഞു കളയാമെന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ പറഞ്ഞാൽ ആരും ആണല്ലോ, മധുസാറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന ആളല്ലല്ലോ. അപ്പോൾ ഒരു ബോംബാണ് എന്ന് പറഞ്ഞപ്പം ഞാനും ഒരു ബോംബാണ്. അപ്പോൾ 2 ബോംബുകൾ കൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാമെന്ന് വിചാരിച്ചു. മധുസാർ നല്ല ചൂടനാണ്, ഞാനും ചൂടനാണ് എന്നാണ് മോഹൻ പറയാറ്. പക്ഷേ ഞാൻ ജോലി ചെയ്ത ഒരു സിനിമകളിലും മധുസാറിന് സംവിധായകൻ എന്ന നിലയിൽ ഒരു ടെൻഷനും ഞാൻ ഉണ്ടാക്കിയിട്ടേയില്ല. എനിക്കിത്രയും സ്വാതന്ത്ര്യം തന്ന മറ്റൊരു സംവിധായകനില്ല, മധുസാർ അല്ലാതെ വേറെ ആളില്ല എന്നാണ് സഹസംവിധായകനായിരുന്ന മോഹൻ പറയുന്നത്. മോഹൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ 2 പെൺകുട്ടികളിൽ മധുസാറിനെ അഭിനയിപ്പിച്ചു. ഏത് ആർട്ടിസ്റ്റിൻ്റെയും എത്ര കൊടികെട്ടിയവനായാലും ശരി എൻ്റെ രീതിക്കനുസരിച്ച് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന ആളായിരുന്നു മോഹൻ. പക്ഷേ ഗുരുവിനെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് മോഹൻ പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റ പടത്തിൽ അവസാനിപ്പിച്ചു, പിന്നെ ഒരു പടത്തിനും വിളിച്ചില്ല. മോഹൻ എന്നെ സിനിമയിലേക്ക് വിളിക്കാറില്ല എന്ന് പലതവണ മധുസാർ ഇന്നസെൻറ്റിനോട് പരാതി പറഞ്ഞു. മൈസൂരിൽ ചിത്രീകരണം നടക്കുമ്പോൾ മധുസാർ ഒരു പത്ര കട്ടിങ് എടുത്ത് മോഹൻ്റെ കൈ കൊടുത്തു. നന്ദി ഹിൽസ് എന്ന് പറഞ്ഞ പ്രശസ്തമായ സ്ഥലത്ത് വിറക് ശേഖരിക്കാൻ പോയ ഒരു പെൺകുട്ടിയെ 4 ചെറുപ്പക്കാർ ചേർന്ന് പീഡിപ്പിച്ച് കൊന്നു, ബലാത്സംഗം ചെയ്ത് കൊന്നു. ആ പത്ര കട്ടിങ്സ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നല്ലൊരു സിനിമയാക്കാൻ പറ്റിയ സംഭവമാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തത്. വർഷങ്ങൾക്ക് ശേഷം ആ വാർത്തയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പത്മരാജനുമായി ചേർന്ന് എന്താ പറയുക, മാറ്റിമറിച്ച്, ആ വിഷയമാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ട് ഇടവേള എന്ന സിനിമ ഉണ്ടാക്കി മോഹൻ. ഞാൻ പറയാൻ വന്നത് തിരുവനന്തപുരത്ത് മോഹനേട്ടൻ വന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പാതി വഴി വെച്ച് വേറെ വഴിക്ക് പോയി. അക്കാഡമിയുടെ ഫംഗ്ഷൻ്റെ ചടങ്ങിനെ ഞാൻ പാതി വഴി വിട്ടിട്ടാണ് പോയത്. മദ്രാസിൽ നിന്ന് എന്തോ ആവശ്യത്തിന് മദ്രാസിൽ പോയി. മദ്രാസിൽ പോയിട്ട് അദ്ദേഹം BP-യുടെ ഗുളികയൊന്നും കഴിച്ചില്ല. ഈ അവസാന കാലത്ത് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം മോശമല്ലാതെ മദ്യപിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതാണല്ലോ ഇവരുടെയൊക്കെ കുഴപ്പം. ചിലപ്പോൾ മദ്യപിച്ചിട്ടാണോ അല്ലേന്നറിയില്ല, അദ്ദേഹം കഴിക്കേണ്ട ഒരു ഗുളികയും മദ്രാസിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ കഴിച്ചില്ല. അങ്ങനെ കഴിക്കാതെ മദ്രാസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് മോഹൻ ഒരു വാർത്ത അറിയുന്നത്.
തൻ്റെ ഗുരുനാഥനായ എം കൃഷ്ണനായരെ പറ്റി മകനെടുത്ത ഡോക്യുമെൻ്ററി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കുന്നു നാളെ. എറണാകുളത്ത് വരെ ടിക്കറ്റ് എടുത്ത മോഹൻ അവിടെ ഇറങ്ങാതെ നേരെ തിരുവനന്തപുരത്തെത്തി. മധുസാറിന് 90 വയസ്സ്, അതിനുശേഷം ഒരാഴ്ച എന്തോ കഴിയുമ്പോൾ മധുസാറിൻ്റെ 90 വയസ്സ് ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിർമ്മാതാവായ രഞ്ജിത്ത് മധുസാറിനെ പറ്റി ഒരു പുസ്തകം ഇറക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞു. നമ്മുടെ ആർ ഗോപാലകൃഷ്ണൻ ഫോട്ടോഗ്രാഫറാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. നേരെ മധുസാറിൻ്റെ വീട്ടിൽ പോയി. ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം അദ്ദേഹം ഗണേശത്തിലെത്തി. ഗുരുനാഥൻ്റെ സിനിമ കാണാൻ ആരും ക്ഷണിക്കാതെ, ഞാനാണെങ്കിൽ പോലും പോവില്ല. പക്ഷേ പത്രത്തിൽ കണ്ടപ്പോൾ കൃഷ്ണനായർ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ജയകുമാർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി തിരുവനന്തപുരത്ത് പ്രകാശിപ്പിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഗുരുനാഥൻ്റെ ഡോക്യുമെൻ്ററി കാണാൻ ആരും ക്ഷണിക്കാതെ തിരുവനന്തപുരത്ത് വന്ന വലിയ മനുഷ്യനാണ്, വലിയ മനസ്സിൻ്റെ ഉടമയാണ് മോഹൻ. ശ്രീകുമാരൻ തമ്പി കൃഷ്ണനായർ സാറിൻ്റെ പുസ്തകം പ്രകാശനം നടത്തുമ്പോൾ, ഞാനല്ല, എനിക്ക് മുന്നേ കൃഷ്ണനായർ സാറിൻ്റെ ശിഷ്യനായ രഘുവണ്ണൻ കാണികൾ ഒരാളായി അതാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ചടങ്ങ്, അതാ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കൂ എന്നായി അജോയ് ചന്ദ്രനോട് മോഹൻ സാർ പറഞ്ഞത്. രഘുവണ്ണനെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാം രഘുവണ്ണ എന്ന് സിനിമയിലുള്ളവർ വിളിക്കുന്ന രഘുനാഥിനെ സദസ്സിലേക്ക് ക്ഷണിച്ച് കയറ്റിയതും മോഹനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ വൈകാരികപരമായി മോഹൻ പ്രസംഗിച്ചു. ആ പ്രസംഗമായിരിക്കും അദ്ദേഹത്തിൻ്റെ BP കൂട്ടിയെന്നാണ്. കാരണം ഗുളിയും കഴിച്ചിട്ടില്ലല്ലോ. വളരെ നെർവസായി അദ്ദേഹം. പ്രസംഗം നടത്തിയ ശേഷം അദ്ദേഹം അസ്വസ്ഥനായി കസേരയിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് എന്താ പറയുക, ഇടതുവശത്ത് തമ്പി സാർ ഇരിപ്പുണ്ട്, വലതുവശത്താണ് നമ്മുടെ ലംബപ്രേമൻ അക്കാഡമിയുടെ വൈസ് ചെയർമാനായ പ്രേംകുമാർ ഇരിക്കുന്നത്. പ്രേംകുമാറിനോട് എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കിവിടെ ഇരുന്ന് കാണാം, അവരും എന്തോ കുശലമൊക്കെ പറയുന്നത്, പ്രേമൻ ടെൻഷൻ അടിക്കുന്നത്, ആരെയൊക്കെ വിളിക്കുന്നത് ഒക്കെ നമുക്കിവിടെ ഇരുന്ന് കാണാം. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്ന് എന്താ പറയുക വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെന്ന് 1% പോലും തോന്നിയില്ല. എങ്കിൽ ഞാൻ അപ്പം ഇറങ്ങി കൂടെ പോയെന്നെ. അപ്പോൾ ആരൊക്കെ വരുന്നു, അദ്ദേഹത്തെ എണീപ്പിക്കാൻ നോക്കുന്നു, കുഴഞ്ഞു പോകുന്നു. അങ്ങനെ കസേരയോടെ തന്നെ സ്റ്റേജിൽ നിന്നും മാറ്റി. ഫംഗ്ഷൻ തുടർന്നു. BP കൂടിയതാണെന്നോ അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയതാണെന്നോ ആരെങ്കിലും വിചാരിച്ചാണ്. അത് വെളിയിൽ കൊണ്ടുപോയിട്ടൊരു മധുരമുള്ള നാരങ്ങ വെള്ളമോ മധുരമുള്ളൊരു ചായ കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചാണ്. പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ 3-4 ദിവസമായിട്ട് BP ഗുളിക കഴിച്ചിട്ടില്ല, എനിക്ക് തല വല്ലാതെ പെരുത്ത് കയറുന്നു, എന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും കസേരയോടെ പുറത്തേക്ക് മാറ്റി. ഫംഗ്ഷൻ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് സിനിമയും കിട്ടും. പക്ഷേ സിനിമ മോഹനേട്ടന് കാണാൻ പറ്റില്ല, ഗുരുനാഥൻ്റെ സിനിമ കാണാൻ പറ്റിയില്ല. PRS എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. മസ്തിഷ്ക ആഘാതമായിരുന്നു. തലച്ചോറിലേക്ക് രക്തം ഇരച്ച് കയറിയതാണ് പ്രശ്നം. വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നൃത്തവുമായി ബന്ധപ്പെട്ട എന്തോ പ്രോഗ്രാമിനുണ്ടായിരുന്ന അനുപമയും എറണാകുളത്തുള്ള മക്കൾ പുരേന്ദറും ഉപേന്ദറും തലസ്ഥാനത്തെത്തി. പിറ്റേന്ന് രാവിലെ ഞാൻ PRS ആശുപത്രിയിൽ ചെന്നു. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയായ അജോയ് ചന്ദ്രനും വൈസ് ചെയർമാനായ പ്രേംകുമാറും അക്കാദമിയിലെ പ്രശസ്തരായ ശിവൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണനും മോഹനേട്ടൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ തിരുവനന്തപുരത്ത് ഒന്നാൽ താമസിക്കുന്ന, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹവും ഒക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനിടയിൽ ഞാൻ മേളിൽ പോയി അനുപമ ചേച്ചിയെ കണ്ടു. അവർ റൂമിൽ 2-3 സ്ത്രീ സുഹൃത്തുക്കളുമായി ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, എൻ്റെ പേര് ദിനേശ് എന്നാണ്, മോഹനേട്ടനായിട്ട് നല്ല പരിചയമുണ്ട്, ഇന്നലെ രാത്രി നടന്ന ഫംഗ്ഷനിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ദിനേശിനോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല, ഇത്രയും ക്രിട്ടിക്കലാവുമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അവർ വളരെ കുറച്ച് മറുപടിയെ പറഞ്ഞുള്ളൂ. മക്കളാണെങ്കിൽ അവിടെ ഓടി നടക്കുന്നുണ്ട്. നമുക്ക് 2 പേരെയും പരിചയമില്ല. ഒരു മകൻ ഏതോ ആന്ധ്രാപ്രദേശിലെ ഏതോ ബാങ്ക് ഉദ്യോഗസ്ഥനോ, രണ്ടാമത്തെ മകൻ വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണോ, അങ്ങനെ എന്തൊക്കെയോ കേട്ടു. എന്തായാലും അവരും ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടിയന്തര ശസ്ത്രക്രിയ തലയിൽ നടത്തി. അദ്ദേഹം അതോടുകൂടി അബോധാവസ്ഥയിലേക്ക് പോയി. രക്തം വേണം, ഒരുപാട് രക്തം വേണം. ഞാൻ പറഞ്ഞു, നമുക്ക് DYFIയുടെ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചാൽ ഇഷ്ടം പോലെ രക്തം കിട്ടും, ഞാൻ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, അതിനെന്താ, എത്ര പേരെ വേണമെങ്കിലും ഞങ്ങൾ അയക്കാമെന്ന് അവർ പറഞ്ഞു. അവർ രക്തം കൊടുത്തിരിക്കാം. വീണ്ടും ഒന്നുകൂടി തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്തി. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വിവരം പറയാം. ഇവിടെ ഫ്ലൂയിഡ് എന്തോ കോട്ടാവുന്നു, അതിൻ്റെ എന്തോ ട്യൂബിട്ട് ഫ്ലൂയിഡ് പുറത്തേക്ക് എടുക്കാൻ എന്തോ ആണ് 2ാമത് ഓപ്പറേഷൻ നടത്തിയത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ അത് 78 മണിക്കൂറിലാക്കി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വെന്റിലേറ്ററിലാക്കി. ഒരുപാട് നേരം, ഏതാണ്ട് വൈകുന്നേരം വരെ ഞാനവിടെ നിന്നു. 1 വർഷക്കാലം അദ്ദേഹം
അതിനുശേഷം കിടപ്പിലായി. തിരിച്ചു വരാനാകാതെ 76-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു. ഗുരുനാഥൻ്റെ 90-ാം വയസ്സിൽ ഇറക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനും മറ്റൊരു ഗുരുനാഥൻ്റെ സിനിമ കാണാൻ ആരും വിളിക്കാതെ തന്നെ വരികയും ചെയ്ത ശിഷ്യനായിരുന്നു മോഹനേട്ടൻ. 23 സിനിമകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂരിഭാഗം സിനിമകളും മറ്റുള്ള സംവിധായകരിൽ നിന്നും വേറിട്ട വഴികളിലൂടെ പോയി ചെയ്ത വിഷയങ്ങളായിരുന്നു ഓരോ സിനിമയിലും മോഹൻ ഉപയോഗിച്ചത്. എനിക്ക് ഇപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞ പടം, അല്ലെങ്കിൽ മുഖം, ഒരു ക്രൈം സബ്ജക്റ്റ് അല്ലേ, സൈക്കോ സബ്ജക്റ്റ് എന്ന് പറയാം. ഇവിടെ പറയും മുമ്പേക്ക് കാണുമ്പോൾ നമുക്ക് ഇളക്കങ്ങളൊക്കെ കാണണം, രസകരം, ആലോലം, നല്ല പടമാണ്. അങ്ങനെ ഓരോരോ പടങ്ങൾ എടുത്തു നോക്കിയാൽ വ്യത്യസ്തമായ സിനിമകൾ ചെയ്ത നല്ല മനുഷ്യനായിരുന്നു മോഹനേട്ടൻ. 76 വയസ്സ് ഒരു കുറഞ്ഞ വയസ്സൊന്നുമല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ശീലം വെച്ച് ഇനിയും ഒരു 7-8 വർഷം കൂടി നന്നായിട്ട് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. മധുസാറിൻ്റെ വീട്ടിൽ പോയിട്ട് അതേ ഗോൾഡൻ യെല്ലോ ടീഷർട്ടും ഇട്ട് ഗണേശത്തിൽ വന്നിരുന്ന മോഹനേട്ടൻ ആ ഗോൾഡൻ ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ഗമയിലിരിക്കുന്ന, ഗമയൊന്നും ഒരിക്കലും കുറയ്ക്കാത്തൊരാളാണ്. എനിക്ക് എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട്, ദിനേശിൻ്റെ ഏറെക്കുറെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കണ്ടിട്ടുണ്ട്, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സ്വകാര്യമായി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും സമാന്തര സിനിമയുടെ നല്ല വക്താവ്, ഭരതൻ, KG ജോർജ് എന്നൊക്കെ പറയുന്ന പോലെ ആ പന്താവിലുള്ള മോഹൻ, അദ്ദേഹം വിട പറഞ്ഞു. ഞാൻ പറയുന്നത് രോഗിയായി 1 വർഷക്കാലത്തിലധികമായി. കഴിഞ്ഞ മെയ്യിലാണല്ലോ, 23 മെയ്യിലാണ്, 10-ാം തീയതിയാണ് സ്ട്രോക്കായത്. അദ്ദേഹം 1 വർഷം കഴിഞ്ഞ്, 1.5 വർഷം കഴിഞ്ഞു അദ്ദേഹം കിടപ്പിലാണ്. അധികകാലം കിടന്ന് ഭാര്യയെയും മക്കളെയും ഒരു ബാധ്യതയായി മാറാതെ തിരിച്ചു വരില്ലെങ്കിൽ, ഞാനടക്കം ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരില്ലെങ്കിൽ കിടക്കരുത്. ആ പക്ഷക്കാരനാണ് ഞാൻ പെട്ടെന്ന് വീണു പോയാൽ എന്നെ കിടക്കരുത്. കിടന്നാൽ നമ്മളെ ശത്രുക്കളൊക്കെ പറയും, അവൻ കിടക്കണണ്ട, ചെയ്ത പാപം അനുഭവിച്ച് കിടക്കണമെന്ന് പറയും. അതിന് വക നൽകരുതേ. ഓരോ ദിവസവും കിടക്കുമ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്നത്, ഒരു നല്ല ദിവസം കൂടി എനിക്ക് നൽകിയ ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് എന്നും നന്ദി പറയാറുണ്ട്. ഞാൻ ഏതൊരു അദൃശ്യ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയോട് എന്നും രാത്രി, അത് 2 മണിയായാലും 2:30 മണിയായാലും ശരി, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി പറയുന്ന വാചകം ഇതാണ്: ഒരു നല്ല ദിവസം കൂടി നീട്ടിത്തന്ന താങ്കളുടെ മനസ്സിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്. പക്ഷേ മരണക്കിടക്കി കിടക്കുമ്പോൾ പോലും അടുത്ത സിനിമയുടെ തിരക്കഥ ചിന്തിച്ച് കിടന്ന മനുഷ്യൻ, തൻ്റെ രോഗാവസ്ഥ കാണാൻ വന്ന ഡേവിഡ് കാച്ചപ്പള്ളിയോട് അവനോട് പറ, തിരക്കഥ പൂർത്തിയായിട്ടില്ല, ആകുമ്പോൾ വായിക്കാനായിട്ട് വിളിക്കാം എന്ന് പറയുന്ന, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് നൽകി മുഴുവൻ സമയവും അദ്ദേഹം സിനിമ എന്നുള്ള ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അദ്ദേഹം നിശബ്ദനായിപ്പോയി. കാരണം മോഹൻ സാറിനെ പോലുള്ളവർ എടുക്കുന്ന സിനിമ ഇവിടെ വേണ്ടല്ലോ. ഇവിടെ വേണ്ടത് ഞാൻ പറയണ്ടല്ലോ ഏത് തരത്തിലുള്ളതാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അദ്ദേഹം നിശബ്ദനായിപ്പോയി. എങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് മൈൽ സ്റ്റോണുകളായ കുറച്ച് സിനിമകളെങ്കിലും നൽകിയ, ഇന്നസെൻ്റ് അടക്കം ഒരുപാട് പുതിയ പ്രതിഭകളെ കണ്ടെത്തിയ, അനശ്വരനായ ആ ജ്യേഷ്ഠനോളം ഞാൻ ബഹുമാനത്തോടെ കണ്ട, അല്ലെങ്കിൽ ഗുരുനാഥനെ പോലെ കണ്ട മോഹനേട്ടന് അദ്ദേഹത്തെ നിത്യശാന്തിക്ക് അദൃശ്യനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ വലിയ മനുഷ്യനെ ഓർത്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.